പേടിയാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല. നാണം ഉണ്ടോടാ നിനക്ക് ആ പെണ്ണിന്റെ പുറകെ വൃത്തിയോട് പറയാൻ? അത്രക്ക് നാട്ടിച്ച് കിടക്കുകയാണ് കേസ്. ബന്ധുക്കള് വരെ എന്നെ പറ്റി മോശമായിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആൾക്കാർ നാട്ടിക്കുകയാണ്. കാണാൻ പോണേള്ളു. ഒരു പെൺവിഷയത്തിന് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു, അത് പീഡിപ്പിക്കാനല്ല. എന്നെ കയറി പിടിച്ചപ്പോ ഞാനും പിടിച്ചു. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ആദ്യമായിട്ടാണല്ലേ? ഏതാപത്തിലും സുരേഷ് ഏട്ടൻ കൂടെ ഉണ്ടാവും. ഒന്ന് ഡാൻസ് കളിക്കാനും ഒന്ന് അഭിനയിക്കാനും. ഞാൻ നിന്നെ എന്താ ചെയ്തത്? അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ. ആഗ്രഹത്തിന് വേണ്ടി ഞാൻ പലതും സാക്രിഫൈസ് ചെയ്ത് പലതും തരണം ചെയ്ത് ഞാൻ ജീവിച്ചു. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? ആ ഷോർട്ട് ഫിലിം പൂർത്തിയായി. അത് ഇറങ്ങിയ ശേഷം എനിക്കെതിരെ മൂവ്മെന്റ് നടത്തും. സത്യം എല്ലാവരും അറിയണം. അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് കിട്ടണം. നിർത്തിപ്പോടാ. എടാ നിന്റെ കരച്ചിൽ ഇവിടെ ആർക്കും കാണണ്ട. വേറെ നായിനെ കൊണ്ടുവന്ന നിനക്കെതിരെ പീഡന കേസ് കൊടുക്കുമെന്നുള്ള പറഞ്ഞതാ. ഈ പെണ്ണുമ്പിളക്കൊക്കെ വീട്ടിലിരുന്നാ പോരെ? അതുപോലെ തന്നെ കേസ് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. എന്താവെന്ന് അറിയാൻ പാടില്ല. വാർത്ത വരെ വന്ന് കർമാനോസിനി അതൊക്കെ പത്രത്തിൽ വായിക്കാറുണ്ട്. ഒരാളുടെ പേരിലാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ബ്രൈറ്റ്, അഭിലാഷ് ആട്ടയം, സന്തോഷ് വർഗി, അങ്ങനെ പലരുടെ പേര് പറയുന്നുണ്ട്. സന്തോഷ് വർഗി എന്നെ പറ്റിയും കുറ്റം പറയുന്നുണ്ട്. എടോ, താൻ ആ പെണ്ണിനെ പീഡിപ്പിച്ചെന്ന് കേട്ട് നേരാണോ? ചേട്ടൻ എന്ത് തോന്നുന്നു? പുള്ളിനെ പറ്റി ഇന്നലെ ന്യൂസ് ഇടുന്നപ്പോ എന്നെ പറ്റി പീഡിപ്പിച്ചെന്ന് പറഞ്ഞ വാർത്ത പുള്ളി പറയണം. നാളെയില്ല ആർക്കെണ്ണാന്നിരിക്കും. ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ. തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. എന്നോ പറഞ്ഞത് ഓറൽ സെക്സ് ചെയ്തിട്ടുണ്ട്, വേറെ സെക്ഷൻ ചെയ്തിട്ടില്ല പേരാണ് പറഞ്ഞത്. തനിക്ക് എന്തൊരു നടന്മാരെ പറ്റി കുറ്റം പറയാം, എന്നെ പറ്റി പറയണതിനാണ്. ഇനി ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവാ.